അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാനൊരുങ്ങി ജന്മനാട്. പൂങ്കുന്നത്തെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. സംസ്കാരം നാളെ നടക്കും. പറവൂർ ചേന്നമംഗലം പാലയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂരും കിരൺ കുമാറും ചേരുന്നു. ആദ്യം ആനന്ദിലേക്ക്. ആനന്ദ്, ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലിയേകുകയാണ് ജന്മനാട്. പൂങ്കുന്നത്തെ വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം സംഗീത നാടക അക്കാദമിയിൽ ഇപ്പോൾ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ഗായകൻ പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരം പൂങ്കുന്നത്തെ വസതിയിൽ നിന്നും സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തിയത്. ഏതാണ്ട് 15 മിനിറ്റോളം കഴിഞ്ഞു. വീട്ടിലും നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടുത്ത വൃന്ദങ്ങളുമെല്ലാം വീട്ടിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സംഗീത നാടക അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിൻ്റെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ ഇപ്പോൾ വന്നുപോയി. ബാലേന്ദ്ര മേനോൻ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കലാ സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അടുത്ത ആളുകളുമെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ റീത്തെല്ലാം സമർപ്പിക്കുന്നുണ്ട്. മന്ത്രി ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, മന്ത്രി രാജ് തുടങ്ങിയ എല്ലാവരും പരിസരത്തുണ്ട്. ജനപ്രതിനിധികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. ആ തലത്തിൽ അവസാനമായി തങ്ങളുടെ ഭാവഗായകനെ കാണാൻ തൃശ്ശൂരും കേരളവും സംഗീത നാടക അക്കാദമിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. വളരെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അലിഞ്ഞു ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സംഗീത നാടക അക്കാദമിയിൽ ഇതിന് പിന്നണിയായി അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും, ഓരോ കാലഘട്ടത്തിലെ പാട്ടുകളും പിന്നണിയിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഗൃഹാതുരത്വത്തിലേക്ക്, ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ ഏതാണ്ട് 2 മണിക്കൂറോളം ഈ സംഗീത നാടക അക്കാദമിയിൽ ഈ ഒരു പൊതുദർശനം ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷം തിരിച്ച് പൂങ്കുന്നത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന വസതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. അവിടെ നിന്ന് നാളെ ശ്രീകുമാരൻ തമ്പിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എഴുത്തുകാരനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി, അദ്ദേഹത്തിനോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീകുമാരൻ തമ്പി. എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു ജയചന്ദ്രൻ എന്നാണ്. ഞങ്ങൾക്ക് 2 പേർക്കും വെട്ടൊന്ന് മുറി 2 എന്ന പ്രകൃതക്കാരാണെങ്കിലും പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ പരസ്പരം പിണങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത്. മാത്രമല്ല ഒരു പക്ഷേ ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജയചന്ദ്രൻ പാടിയത് ശ്രീകുമാരൻ തമ്പിക്ക് വേണ്ടിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ വരികൾക്ക് ജീവൻ കൊടുത്തത് പി ജയചന്ദ്രൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ചില പാട്ടുകൾ, താൻ എഴുതിയ ചില പാട്ടുകൾ ജയചന്ദ്രൻ പാടിയാൽ മാത്രമേ നന്നാവുകയുള്ളൂ. അതുകൊണ്ട് പല സംഗീത സംവിധായകരോടും ആ ഒരു കാര്യം ആവശ്യപ്പെടാറുണ്ടെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹമാണ് അല്പസമയം മുമ്പ് ജയചന്ദ്രനെ, തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ, തൻ്റെ സഹപ്രവർത്തകനെ അവസാനമായി ഒന്ന് കാണാൻ സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തിയിട്ടുള്ളത്. MLA പി ബാലേന്ദ്രൻ അടക്കമുള്ള ആളുകളുണ്ട്, മന്ത്രി ആർ ബിന്ദു ഉണ്ട്. അത് നമ്മൾ ദൃശ്യം കാണുന്ന അദ്ദേഹം ഈ പി ജയചന്ദ്രൻ്റെ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, കലാകാരന്മാരുണ്ട്. അപ്പം നിരവധി ആളുകൾ അവരുടെ ഓരോ സംഘടനകളുടെയും ഒരു ഔപചാരികമായിട്ടുള്ള റിത്ത് സമർപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് 2 മണിക്കൂറോളം, ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഈ സംഗീത നാടക അക്കാദമിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പ്രദർശനത്തിന് വയ്ക്കും. തിരക്കനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം ഇവിടെ നിന്ന് പൂങ്കുന്നത്തെ സ്വന്തം വസതിയിലേക്ക് കൊണ്ടുപോകും. ഒരു കാലഘട്ടത്തിന് മാത്രമല്ല, കഴിഞ്ഞ 3 തലമുറകൾക്ക് ഓർത്ത് സന്തോഷിക്കാനും ഓർത്ത് അവരുടെ ഗൃഹാതിരത്വത്തിലേക്ക് തുഴയാനും സഹായിയായ ഒരു മനുഷ്യൻ, മലയാളത്തിൻ്റെ ഭാവഗായകൻ. വരികളുടെ അന്തസത്തയും ഭാവുകത്വവും ചോർന്നു പോകാതെ മലയാളികളുടെ മാത്രമല്ല ഈ ഭാരതത്തിലെമ്പാടും നിരവധി ഭാഷകളിൽ പാടി തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു മഹാകലാകാരനാണ് ഇന്നലെ ലോകത്തോട് വിട പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു വരിയെങ്കിലും മൂളാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പാണ്. ഇപ്പോഴും ഈ തലമുറ പോലും
ആ തലത്തിൽ ജയചന്ദ്രനെ ആഘോഷിക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന പാട്ടുകളും അതിമനോഹരമായി അടയാളപ്പെടുത്തിയിട്ട് തന്നെയാണ് പി ജയചന്ദ്രൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സംഗീത നാടക അക്കാദമിയിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പൂങ്കുന്നത്തെ വസതിയിലായിരുന്നു പൊതുദർശനം. അതിന് ശേഷമായിരുന്നു ഭൗതികദേഹം സംഗീത നാടക അക്കാദമിയിൽ കൊണ്ടുവന്നത്. നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ആനന്ദ്, ഏറെ പ്രിയപ്പെട്ടവരെല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതായി കന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അറിയാം, രോഗബാധിതനായിരുന്നു, പക്ഷേ മരണം പെട്ടെന്നാണ് കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ, സംഗീതപ്രേമികൾ എല്ലാവരും അതീവ ദുഃഖത്തിൽ തന്നെയാണ്. ഓർത്തെടുക്കാൻ ഒരു പിടി നല്ല ഗാനങ്ങൾ, പാടിയ ഗാനങ്ങളെല്ലാം ഹിറ്റുകളായി തീർത്ത മാന്ത്രിക വിദ്യ, അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ടായാലും ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ടായാലും ഗാനരംഗവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാൻ നിരവധി ഓർമ്മകൾ ഉണ്ടാകും. ചേർത്തു പിടിക്കുന്ന സൗമ്യനായ ഗായകനിൽ തുടങ്ങി കാർക്കശ്യക്കാരനായ സംഗീതജ്ഞൻ എന്നുള്ള വിശേഷണങ്ങൾ വരെ ഏറെയാണ്. പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശബ്ദം പറയാതിരിക്കാനാവില്ല. മലയാളത്തിൻ്റെ ഭാവഗായകനെയാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി നിരവധി പേരാണ് ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്നത്. ആനന്ദ്, തീർച്ചയായിട്ടും അതുതന്നെയാണ് നമുക്ക് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. മുതിർന്ന ചലച്ചിത്ര താരം മധു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കർമ്മയോഗി എന്നാണ്. ജയചന്ദ്രൻ എല്ലാ അർത്ഥത്തിലും കർമ്മയോഗി എന്ന പദത്തിന് അർഹനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ ഓർത്തെടുത്തത്. സിനിമക്കാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്കും അല്പം ഹോമൻഷിപ്പ് ഉണ്ടാവും, പക്ഷെ അത് ലവലേശമില്ലാത്ത ഒരാളായിരുന്നു ജയചന്ദ്രൻ എന്നാണ് മുതിർന്ന ചലച്ചിത്ര താരം മധു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ തങ്കമനസ് അമ്മ മനസ്സ് എന്ന് പറയുന്ന ആ പാട്ട് തീർച്ചയായിട്ടും ഓരോ മക്കൾക്കും അവരുടെ അമ്മമാരെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന പാട്ടാണ്. അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ആ പാട്ട് ഓർക്കാതെ കടന്നു പോവുക. അത് പ്രണയഗാനങ്ങളാവട്ടെ, വിരഹഗാനങ്ങളാവട്ടെ, ലളിതഗാനങ്ങളാവട്ടെ, ഏത് വിഭാഗത്തിലും തൻ്റേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിച്ച് തന്നെയാണ് ആ മഹാപ്രതിഭ മലയാളത്തോട് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകൾ, പുരസ്കാരങ്ങൾ, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുള്ള ഒരു ഗായകനാണ്. നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കലാകാരനാവുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാവുന്നതിന് മുമ്പ് അദ്ദേഹം സയൻസിൽ ബിരുദം, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സയൻസിൽ ബിരുദം എടുത്തുകൊണ്ട് ചെന്നൈയിൽ കെമിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകത്തെ ആ ഒരു കലാകാരൻ അത് എല്ലാ കാലത്തും തെളിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നതും. തുടർന്ന് മഞ്ഞളിൽ മുങ്ങിത്തോർത്തി എന്ന് പറയുന്ന ഗാനമാണ് അദ്ദേഹത്തിൻ്റെതായി ആദ്യമായി പുറത്തിറങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് ജയചന്ദ്രനെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ മലയാളിയുടെയും മനസ്സിൽ അദ്ദേഹം കുടിയേറി പാർക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ് ഭാവഗായകൻ എന്ന പദത്തിനെ അദ്ദേഹത്തിനെ അർഹനാക്കിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അനായാസമായിട്ടുള്ള ഒരു ശൈലി, ആർക്കും അനുകരിക്കാനാവാത്ത തലത്തിലേക്കുള്ള ശബ്ദം, അതുതന്നെയാണ് ജയചന്ദ്രനെ മറ്റുള്ള ഗായകരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. വാര്യർ അദ്ദേഹത്തെ അനുസ്മരിച്ച് പറഞ്ഞത്, ഓരോ മനുഷ്യൻ്റെയും ഓർമ്മകളിലേക്കുള്ള ഒരു തോണിയാണ് ജയചന്ദ്രൻ എന്നാണ്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യൻ്റെയും ഗൃഹാതുരത്വത്തിലേക്ക് തുഴയുന്ന തോണിയാണ് ജയചന്ദ്രൻ്റെ ഓരോ പാട്ടുകളും. തീർച്ചയായും ഓരോരുത്തർക്കും സ്മരിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാവഗായകനെ തന്നെയാണ്.